ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് തവ വെച്ചിട്ട് ഒരു ഈസി പിസ്സ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അത്ര ഈസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അത്ര പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ പൊറോട്ടക്കെല്ലാം കുഴക്കുന്നത് പോലെ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. ഇത് ഈ രീതിയിലെ മാവ് ഉണ്ടാകേണ്ടത്. കുറച്ച് വെള്ളം മുമ്പിൽ നിൽക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അത്ര ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഈ രീതിയിൽ വലിച്ച് കുഴച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു കുഴച്ച മാവിനെ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഏകദേശം ഒരു 4 നിന്ന് 5 മണിക്കൂർ സമയം നമ്മൾ അത് മാറ്റി വെക്കണം. എന്നാലേ നല്ല പോലെ തന്നെ ഒന്ന് പൊന്തി വരുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ മാവ് നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്, ഡബിളായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മളെ മാവ് ഉണ്ടാകേണ്ടത്. ഇനി ഒന്നും കൂടി കുഴച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഈ മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സൈസിലാണോ പിസ്സ വേണ്ടത് ആ ഒരു സൈസിന് കണക്കായിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ 3 പിസ്സയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവിനെ 3 ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തവ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പിസ്സ ഡോ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ പരത്തി കൊടുക്കുക. സൈഡിൽ കുറച്ചൊന്ന് പൊന്തി വരുന്ന പോലെ വേണം നമ്മൾ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഫോക്ക് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം പിസ്സ സോസും കൂടിയും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ല പോലെ തന്നെ തേച്ച് എല്ലാ സൈഡിലും കറക്റ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം കുറച്ച് ടൊമാറ്റോ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും പിന്നെ കുറച്ച് ഓണിയനും കൂടിയും സെയിം സൈസിൽ തന്നെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതും ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആകുന്ന പോലെ തന്നെ കുറച്ച് ചീസും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒറിഗാനോ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ ആ ഒരു പിസ്സയുടെ ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു പിസ്സ വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു സ്മെൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിഗാനോ മസ്റ്റാണ്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പിസ്സ ഓൾമോസ്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു തവ അങ്ങനെ എടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം നല്ല പോലെ ലോയിലാക്കിയിട്ട് കറക്റ്റായിട്ട് 20 മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ പിസ്സ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ 20 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിസ്സ ഹാർഡായി പോകും. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു പിസ്സ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.